കോയമ്പത്തൂർ ആസ്ഥാനമായ CMI സഭയുടെ പ്രേക്ഷിത പ്രൊവിൻസിൽ നിന്നും കർത്താവിന്റെ മുന്തിരിത്തോപ്പിൽ വേല ചെയ്യുവാനും കർത്താവിനായി ജീവിക്കുവാനും CMI സഭയുടെ 9 ഡീക്കന്മാർ ജെറുസലേം വചന കൂടാരത്തിൽ വെച്ച് സർവശക്തനായ ദൈവത്തിന്റെ സ്ഥാപക പിതാവ് വിശുദ്ധ ചാവറ കുര്യാക്കോസ് പിതാവിന്റെയും സിറോ മലബാർ കത്തോലിക്ക സഭയുടെ തലവൻ മാർ റാഫേൽ തട്ടിൽ പിതാവിന്റെയും അനുഗ്രഹാശീർവാദത്തോടെ ഡിസംബർ 27-ാം തീയതി ശനിയാഴ്ച തിരുപ്പട്ടം സ്വീകരിച്ച് തങ്ങളുടെ ശുശ്രൂഷ ജീവിതം ആരംഭിക്കുന്നു. 2025 ഡിസംബർ 27-ാം തീയതി കോയമ്പത്തൂർ ആസ്ഥാനമായിട്ടുള്ള CMI സഭയുടെ പ്രേക്ഷിത പ്രോവിൻസിന് ഒത്തിരിയേറെ സന്തോഷപ്രദവും അനുഗ്രഹപ്രദവുമായിട്ടുള്ള ദിവസമാണ്. കാരണം ഇന്നേ ദിവസം 9 ഡീക്കന്മാർ ഞങ്ങളുടെ പ്രവിശ്യയിൽ ആദ്യമായിട്ട് തിരുപ്പട്ടം സ്വീകരിക്കുകയാണ്. 1964 കോയമ്പത്തൂർ ആരംഭിച്ച ഞങ്ങളുടെ പ്രേക്ഷിത മിഷൻ 1979 പ്രോവിൻസായിട്ട് മാറുന്നത്. പക്ഷേ ഈ കാലയളവിൽ ഏറ്റവും ആദ്യമായിട്ടാണ് 9 ഡീക്കന്മാർ തിരുപ്പട്ടം സ്വീകരിക്കുകയും സഭാ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുകയും ചെയ്യുന്നത്. ഒത്തിരിയേറെ അനുഗ്രഹപ്രദമായിട്ടുള്ള ഈ ദിവസം പ്രേക്ഷിത പ്രവിശ്യയോടൊപ്പം CMI സന്യാസ സമൂഹവും തിരുസഭയും സന്തോഷിക്കുന്ന ദിവസമാണ്. ധാരാളം ദൈവകൃപ സ്വീകരിക്കുന്നതിനുള്ള ഒരവസരമായിട്ട് ഞങ്ങൾ ഇതിനെ കാണുകയാണ്. പ്രേക്ഷിത പ്രോവിൻസ് 9 ഡീക്കന്മാരെ ഇന്ന് കർത്താവിൻ്റെ അൾത്താരയിലേക്ക് ഉയർത്താൻ വേണ്ടി ഒരുങ്ങുന്നതോടൊപ്പം തന്നെ CMI സന്യാസ സമൂഹത്തിന് 46 ഡീക്കന്മാരാണ് ഈ ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ തിരുപ്പട്ടം സ്വീകരിക്കുക. അവരെല്ലാവരെയും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഈ 46 നവവൈദികരും കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുവാൻ വേണ്ടി കഴിഞ്ഞ 15 വർഷങ്ങളായിട്ട് ഒരുങ്ങി തയ്യാറായി വന്നിരിക്കുന്നവരാണ്. പ്രേക്ഷിത പ്രവിശ്യയുടെ ഈ 9 നവവൈദികർ പ്രേക്ഷിത പ്രവിശ്യയുടെ മിഷൻ സ്ഥലമായിട്ടുള്ള തമിഴ്നാട്ടിലും കേരളത്തിൻ്റെ പാലക്കാട്, മലപ്പുറം ജില്ലകളിലുമായിട്ട് പ്രവർത്തന നിരതരാകും. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് കെനിയയിലും പപ്പുവന്യൂഗിനിയിലുമുള്ള മിഷനുകളിൽ കൂടെ ഇവരിൽ ചിലരെങ്കിലും അവരുടെ പ്രവർത്തന മേഖലയായി സ്വീകരിക്കുകയും അങ്ങോട്ട് മിഷൻ പ്രവർത്തനത്തിന് യാത്ര തിരിക്കുകയും ചെയ്യും. പ്രേക്ഷിത പ്രവിശ്യയിൽ ഇപ്പോൾ 128 വൈദികരും 70 പരിശീലനത്തിലിരിക്കുന്ന സഹോദരന്മാരുമാണ് ഉള്ളത്. അവരെല്ലാവരും ഒത്തിരിയേറെ സന്തോഷവും അഭിമാനവും ഈ ദിവസങ്ങളിൽ അനുഭവിക്കുന്നവരാണ്. ഞങ്ങളുടെ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് തയ്യാറായിരിക്കുന്ന ഈ 9 നവവൈദികരെ അല്ലെങ്കിൽ 9 ഡീക്കന്മാരെ പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മിഷൻ പ്രദേശങ്ങളിലേക്ക് പുതിയ കരുത്തായി മാറുവാനുള്ള ഈ 9 പേരെയും കർത്താവിൻ്റെ കൃപയായിട്ട് ഞങ്ങൾ കാണുകയും അവരെ സന്തോഷത്തോടുകൂടെ ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. തിരുസഭയുടെ സേവനത്തിന് വേണ്ടിയിട്ട് അവരെ ഓരോരുത്തരെയും ഞങ്ങൾ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. CMI സന്യാസ സമൂഹത്തിലൂടെയുള്ള സന്യാസ പൗരോഹിത്യം ഈ 9 പേരിലൂടെയും നിവർത്തിതമാകുമ്പോൾ അവരെല്ലാവരും കർത്താവിൻ്റെ കൃപയുടെ ചാലുകളായി മാറുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവാനുഗ്രഹത്തിന് വേണ്ടി അവരെയും അവരുടെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും സമർപ്പിക്കുന്നു. വിശുദ്ധ ചാവറ പിതാവിനാൽ സ്ഥാപിതമായിരിക്കുന്ന CMI സഭയുടെ CMI പ്രേക്ഷിത പ്രവിശ്യയിലേക്ക് 9 ഡീക്കന്മാർ ഒരുമിച്ച് ജെറുസലേം വചനകൂടാരത്തിൽ വെച്ച് ഈ ഡിസംബർ 27-ന് പൗരോഹിത്യം സ്വീകരിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും വളരെ സന്തോഷപരവും അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞതുമായിട്ടുള്ള വലിയ അവസരമാണ്. ഈ അവസരത്തിൽ ഞങ്ങളെല്ലാവരും വളരെ സന്തോഷപൂർവ്വം ഇതിനെ നോക്കിക്കാണുമ്പോൾ ഈ ഡീക്കന്മാരുടെ കുടുംബാംഗങ്ങളെയും അവരോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റെല്ലാവരെയും ഞങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. പ്രേക്ഷിത പ്രവിശ്യയിലേക്ക് ഇവർ കടന്നു വരുമ്പോൾ ഈ CMI പ്രേക്ഷിത പ്രവിശ്യയുടെ മിഷൻ സ്ഥലങ്ങളായിട്ടുള്ള പപ്പുവന്യൂഗിനിയ, കെനിയ, ബ്രസീൽ, യൂറോപ്പ്, അമേരിക്ക, അതോടൊപ്പം തന്നെ കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന വിവിധ മിഷൻ പ്രദേശങ്ങളിൽ സേവനം ചെയ്യുവാനായിട്ട് ഇവർക്ക് സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇവരുടെ സാന്നിധ്യവും സേവനവും പ്രവിശ്യയുടെ നാമം തന്നെ പ്രേക്ഷിത എന്നുള്ളതാണ്, അതായത് മിഷനറി. അത്തരത്തിൽ അതിനെ ശക്തിപ്പെടുത്തി ദൈവജനം പ്രഘോഷിക്കുവാനും ദൈവത്തിലേക്ക് ജനങ്ങളെ അടുപ്പിക്കാനും സാധിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പാണ്. എല്ലാവിധ ആശംസകളും ഡീക്കന്മാർക്ക് നേരുന്നു. അവരുടെ ഭാവി പൗരോഹിത്യ ശുശ്രൂഷയ്ക്കും നേരുന്നു. ഈ വരുന്ന 27-ാം തീയതി ഡിസംബർ 27-ാം തീയതി CMI സഭയുടെ പ്രേക്ഷിത പ്രവിശ്യയ്ക്കും അതുപോലെ തന്നെ ജെറുസലേമിനും വളരെയധികം സന്തോഷമുള്ള ദിവസങ്ങളാണ്. 9 ഡീക്കന്മാർ അന്നേ ദിവസം റാഫേൽ പിതാവിൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി
പൗരോഹിത്യത്തിലേക്ക് നടക്കുന്ന ദിവസങ്ങളാണ് 27-ാം തീയതി. ആദ്യമേ തന്നെ ഡീക്കന്മാർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. കോയമ്പത്തൂർ പ്രവിശ്യയുടെ സോഷ്യൽ വർക്ക് കൗൺസിലർ എന്ന നിലയ്ക്ക് ഈ 9 പേരും വളരെയധികം സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് അഭിവാഞ്ചിയുള്ളവരാണ്. അവരുടെയൊക്കെ ആഗ്രഹങ്ങളിൽ അവർ പറയാറ് സാമൂഹ്യ പ്രവർത്തനം, മക്കൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, അതുപോലെ തന്നെ യേശുവിൻ്റെ സുവിശേഷം പാവങ്ങൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ള വലിയ ഒരു അഭിവാഞ്ചിയുള്ളവരാണ് ഈ 9 പേരും. ഞങ്ങളുടെ പ്രവിശ്യയ്ക്ക് ഏകദേശം 9ഓളം സോഷ്യൽ വർക്ക് സെൻറ്റേഴ്സ് ഉണ്ട്. അഗതി മന്ദിരങ്ങളും കുട്ടികൾ നോക്കുന്ന മന്ദിരങ്ങളും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള സോഷ്യൽ വർക്ക് ചെയ്യുന്ന ഒത്തിരിയേറെ സെൻറ്റേഴ്സുണ്ട്. ഈ സെൻറ്റേഴ്സിലൊക്കെ കർത്താവിനെ പകർന്നു കൊടുക്കാനായിട്ട് ഈ 9 പേരും വളരെയധികം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ഈ 9 പേരും ഭാവിയിൽ CMI സഭയ്ക്കും പ്രത്യേകിച്ച് കോയമ്പത്തൂർ പ്രവിശ്യയ്ക്കും ആഗോള സഭയ്ക്കും കത്തോലിക്ക സഭയ്ക്കും ഒത്തിരിയേറെ മുതൽക്കൂട്ടാവുമെന്നുള്ളത് ഒരു സംശയവുമില്ല. ഈ തരുണത്തിൽ ഈ 9 പേരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അവരെ CMI സഭയ്ക്ക് നൽകിയ വീട്ടുകാരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. പലവിധ പ്രതിസന്ധി ഘട്ടങ്ങൾ മറികടന്ന് കർത്താവിനായി ജീവിക്കുവാനുള്ള ആഗ്രഹത്തെ മുറുകെ പിടിച്ച് 15 വർഷക്കാലത്തെ പഠന ഒരുക്ക ജീവിതത്തിലെ മറക്കാനാകാത്ത ഓർമ്മകളും കുടുംബാംഗങ്ങൾ നൽകിയ സപ്പോർട്ടും ആരംഭിക്കാൻ പോകുന്ന വൈദിക ജീവിതത്തിലെ പ്രതീക്ഷകളും പ്രവർത്തന മേഖലകളും പ്രിയപ്പെട്ട ഡീക്കന്മാർ ഷെഖേന ന്യൂസുമായി പങ്കുവച്ചു. ഡീക്കൻ റിജു ആണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. ഡീക്കൻ, ഇപ്പോൾ ഈ 15 വർഷത്തെ ഒരു യാത്ര, ദൈവസന്നിധിയിലേക്കുള്ള ഒരു യാത്ര, അതിനെക്കുറിച്ച് നമുക്ക് നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറയാമോ? എങ്ങനെയായിരുന്നു ഒരു ദൈവവിളിക്ക് വേണ്ടിയിട്ട് ഒരുങ്ങിയ ഒരു സാഹചര്യത്തെക്കുറിച്ച് പറയാമോ? 15 വർഷത്തെ യാത്ര എന്ന് പറയുന്നത് വലിയൊരു ദീർഘമായ പീരീഡാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് അത് ഇന്നലെ കഴിഞ്ഞതുപോലെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യാറ്. കാരണം ഒത്തിരി പരിശീലനത്തിൻ്റെ ഒത്തിരി കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ വർഷങ്ങളിൽ ഓരോ രീതിയിൽ, പിന്നെ മാസ്റ്റേഴ്സ് ബാച്ചിലെ അംഗങ്ങൾ തന്നെ അത് പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് പരിശീലനം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾക്കത് വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോയ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഒരുങ്ങിയതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കുറച്ചും കൂടെയൊക്കെ സീനിയറായിട്ട് വന്നൊരു വ്യക്തിയാണ്. സ്വന്തമായിട്ട് പഠനങ്ങളൊക്കെ കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൂടാതെ കരിസ്മാറ്റിക് ശുശ്രൂഷകളിലൊക്കെ സഹായിച്ചു. പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ നിന്നാണ് ഞാൻ ദൈവവിളി വീണ്ടും സ്വീകരിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് വരുന്നത്. പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സങ്കടങ്ങളെ കണ്ടുകൊണ്ടാണ് വീണ്ടും തിരിച്ചു വരാനായിട്ട് തീരുമാനിക്കുന്നത്. CMI സഭ എന്നുള്ളത് എൻ്റെ ചോയ്സിനേക്കാൾ ഉപരി ഈശോ തന്നെ തുറന്നൊരു വാതിലാണ്. വികാരണ സന്നിധിയിലിരിക്കുമ്പോൾ ഞാൻ ഈശോയോട് ഇങ്ങനെ പറഞ്ഞു 2-3 സഭകളെ വെച്ചിട്ട്. പക്ഷേ ഈശോ എൻ്റെ പരിചയത്തിലുള്ള അച്ഛന്മാരൊക്കെ ഉണ്ടായിരുന്നു. CMI സഭയുടെ കോയമ്പത്തൂർ പ്രവിശ്യയിലേക്ക് തന്നെയാണ് വീണ്ടും വാതിൽ അപ്രതീക്ഷിതമായിട്ട് പുൻഷാളത്തും വരികയും വീണ്ടും വരാം എന്നുള്ളൊരു രീതിയിലൊരു ഓപ്പണിങ് തരുന്നു. ഇത് പരിശുദ്ധ കുർബാനയുടെ മുന്നിലിരിക്കുമ്പോൾ വീണ്ടും ഈശോ, ഞാനത് അതിനുശേഷം 1-2 മാസം മറന്നുപോയെങ്കിലും ഈശോ വീണ്ടും ഒരു വാതിൽ തുറന്നിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് സംസാരിക്കുക. അതിനുശേഷമാണ് കാര്യങ്ങളൊക്കെ വീണ്ടും ക്രമീകരിക്കുന്നത്. ബിസിനസ്സൊക്കെ അവസാനിപ്പിച്ച് തിരിച്ച് ദൈവത്തിലേക്ക് വരുന്നത്. ഏകദേശം ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ട് 15 എനിക്കൊരു 9 വർഷമാണ് ശരിക്കും വരുന്നത്. അപ്പോൾ അത് ഇന്നലെ വന്നതുപോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. കാരണം പഠനത്തിൻ്റെ കാലഘട്ടം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, പല സ്ഥലങ്ങളിലാണ്. ഇപ്പം ഞങ്ങൾ കോയമ്പത്തൂർ പ്രവിശ്യയാകുമ്പോൾ വെളന്താവളത്ത് ഞങ്ങളുടെ നവസന്യാസ ഭവനം, പിന്നെ പരിശീലനം നടക്കുന്നത് ഫിലോസഫിയൊക്കെ ഒരു പക്ഷേ ബാംഗ്ലൂരോ അല്ലെങ്കിൽ വാർധയിലോ, ഞാൻ ബാംഗ്ലൂരാണ് പഠിച്ചത്. പിന്നെ തിയോളജി പഠിക്കുന്നത് പല സ്ഥലങ്ങളിലായിട്ടാണ്. ഞങ്ങളുടെ 9 പേരുടെ ബാച്ച്. ഒരാൾ കെനിയയിൽ പഠിച്ചു, ഞാൻ പഠിച്ചത് പൂനെയിലാണ്, പിന്നെ ചെന്നൈയിലുണ്ട്, ബാംഗ്ലൂരിൽ. അങ്ങനെയൊക്കെ വരുന്ന കാലഘട്ടം വ്യത്യസ്ത സാഹചര്യങ്ങൾ, വ്യത്യസ്ത വ്യക്തികളും ഒക്കെ വരുമ്പോൾ ഇന്നലെ കഴിഞ്ഞതുപോലെയാണ് വന്നത്. ഒരു വലിയ ദൈവാനുഭവത്തിൻ്റെയും ദൈവാനുഗ്രഹത്തിൻ്റെയും ദൈവം കൈപിടിച്ച് നടത്തിയ ആളുകളാണ്. ഡീക്കൻ്റെ ചാച്ചൻ എന്ന നിലയിൽ ഇപ്പം നമുക്കറിയാം, ദൈവം തരുന്ന ദാനമാണ് മക്കളെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ദൈവം ദാനമായി തന്ന മകനെ, മൂത്ത മകനെ തന്നെ ദൈവത്തിന് വിലർപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ദൈവസന്നിധിയിലേക്ക് അയക്കാനുണ്ടായ ഒരു തീരുമാനത്തെക്കുറിച്ചൊന്ന് പറയാമോ? തീരുമാനം ആദ്യം പോകുമെന്ന് പറഞ്ഞപ്പോൾ വിഷമമുണ്ടായിരുന്നു. പിന്നെ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് സന്തോഷത്തോടെ അയച്ചു. അമ്മച്ചി, ഡീക്കൻ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ അമ്മച്ചിക്ക് എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആഗ്രഹത്തെ പ്രോത്സാഹിപ്പിക്കാനുണ്ടായ ഒരു സാഹചര്യത്തെക്കുറിച്ചൊന്ന് പറയാമോ? ഇവിടെ പറയുമ്പോൾ 2 മോനുണ്ടായിരുന്നു, പോകണം പറയുമ്പോൾ വിഷമം ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് അത്ര വിഷമമൊന്നും അറിയാം. പക്ഷെ അന്നൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പോണ സമയത്ത് ഒരു ചെറിയ എൻ്റെ കാലിനൊരു ഇത് വന്ന് അതിപ്പോഴും ശരിയായിട്ടില്ല. അങ്ങനെ ഒരു ചെറിയ വിഷമിക്കണമായിരുന്നു. നമ്മൾ മക്കളാക്കിയാലും ദൈവത്തിൻ്റെ ഒരു കൃപയ്ക്ക് വരുമ്പോൾ അതിനൊരു വ്യത്യാസം ഉണ്ടല്ലോ. അതൊരു അനുഗ്രഹം.
സിഫിൻ ഡീക്കൻ നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് സിഫിൻ ഡീക്കനോട് നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം, അതുപോലെ കുടുംബത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ചോദിച്ചറിയാം. ഡീക്കനാകാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ശരിക്കും നമുക്കറിയാം, മകൻ എന്ന നിലയിൽ വീട്ടിലെ ഒറ്റപുത്രനാണ്. അപ്പം 2 സഹോദരിമാരുണ്ട്, ഒരാൾ സിസ്റ്ററാണെന്നല്ലേ പറഞ്ഞത്. അപ്പം ഒരു അച്ഛൻ പട്ടത്തിന് പോകാനുള്ള ഒരു തീരുമാനം, ഒറ്റ മകൻ എന്ന നിലയിൽ അച്ഛൻ പട്ടത്തിന് പോകാനുള്ള ഒരു തീരുമാനം എടുത്തപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് എതിർപ്പുകളൊന്നും വീട്ടിൽ നിന്ന് ഉണ്ടായിട്ടില്ല. എല്ലാവരും സ്നേഹത്തോടു കൂടി പോയിരുന്ന ഒരു കുടുംബമായിരുന്നു. ഇപ്പോൾ എന്നെ ബലപ്പെടുത്തിയെന്ന് പറഞ്ഞ് വീട്ടിലത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് മാതാപിതാക്കളൊപ്പം ഉണ്ടായിരുന്നു. ഒപ്പം പ്രാർത്ഥനയിലും അതുപോലെ തന്നെ ദേവാലയത്തിൽ പോകുമ്പോഴുള്ള ജപമാല, അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന അവസരങ്ങളിൽ, ഉദാശകളിൽ പങ്കെടുക്കുമ്പോഴെല്ലാം ലഭിക്കുന്ന ഒരു ശക്തി, അതെല്ലാം ജീവിതത്തിനൊരു ശക്തിയായിരുന്നു, ഒരു ബലമായിരുന്നു. മാതാപിതാക്കൾ എൻ്റെ ദൈവവിളിക്ക് ഒരു പങ്ക് വഹിച്ച വലിയൊരു 2 പേരാണ് മാതാപിതാക്കൾ. അതുപോലെ തന്നെ എൻ്റെ സഹോദരങ്ങൾ, എനിക്ക് 2 അനിയത്തിമാരാണ്, ഒരാൾ സിസ്റ്ററാണ്. അവരും എൻ്റെ ജീവിതത്തിലേക്ക് വളരെയധികം ഒരു ബലം എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 17 വർഷമായി ഞാൻ വീട്ടിൽ നിന്ന് അകന്നു നിൽക്കല്ല, വീട്ടിൽ നിന്ന് പോയിട്ട്, അതായത് ദൈവത്തിന് ശുശ്രൂഷ ചെയ്യാനാണ് പോകുന്നത്. ഒരു അകന്നിൽപ്പല്ല, കൂടുതലായിട്ട് നമ്മൾ ദൈവത്തിലേക്ക് വരുന്നു. അതുപോലെ തന്നെ മാതാപിതാക്കളെ ജീവിതത്തിലൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നേറുകയാണത്. ഇതെല്ലാം ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കുടുംബത്തിലെ 3 മക്കളിൽ 2 പേരെ സന്യാസ ജീവിതത്തിന് നൽകാനുള്ള അല്ലെങ്കിൽ ദൈവത്തിന് നൽകാനുള്ള, ദൈവ ശുശ്രൂഷയ്ക്ക് നൽകാനുള്ള ഒരു തീരുമാനം അത് എങ്ങനെയാണ് എടുത്തത്? അത് എനിക്ക് സിസ്റ്റർ ആവണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമ്മൾ കല്യാണത്തിനാണ് പ്രവേശിച്ചത്. ഞാൻ 2ാമത്തെ പ്രഗ്നൻസി ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾക്കൊരു പട്ടം കാണാനുള്ള ഇതുണ്ടായിരുന്നത്. അപ്പോൾ മോന് ഒരു വയസ്സും പ്രഗ്നൻസി ആയിട്ട് 2ാമത്തെ കുട്ടിയും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൈ പിടിച്ചിട്ട് നമ്മളതിനെ ചെല്ലുമ്പോൾ അവിടെ എത്ര പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ഒരു മോനായാലും അതിലേക്കൊന്ന് പ്രവേശിക്കാനുള്ള അനുഗ്രഹം ആ കാലത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 31 വർഷമായി ആ പട്ടം കണ്ട ഓർമ്മ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ മോളാണ് സിസ്റ്ററായത് വേഗം. അവളിപ്പോൾ സിസ്റ്ററായിട്ട് 6 വർഷമായി. മോനെ പഠിക്കാൻ വേണ്ടിയിട്ട് വിട്ടു, പക്ഷേ അതിൽ അവൻ നിലനിന്ന് പോരാണ് ചെയ്തത്. സാഹചര്യത്തിലെ മക്കൾ വന്നാലും വീട്ടുകാർ വിടണില്ല എന്നാണ് സത്യം. മക്കൾ പോവാന്ന് പറയുന്നുണ്ട്, പക്ഷേ വേണ്ട, 2 മക്കളുള്ളൂ, ഒരാളുള്ളതെന്ന് വെച്ചിട്ട് അവിടുന്ന് വിടണില്ല, വീട്ടുകാർ സമ്മതിക്കുന്നില്ല. അതാണ് സത്യമായിട്ട്. അതാണ് ശരിക്കും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ മകൻ, നമുക്കറിയാം മൂത്ത മകൻ അല്ലെങ്കിൽ ഒറ്റ മകൻ എന്നൊക്കെ പറയുമ്പോൾ കുടുംബത്തിൽ അപ്പനും അമ്മയ്ക്കും തുണയായിട്ട് നിൽക്കുന്ന ഒരു പാരമ്പര്യമാണല്ലോ നമുക്ക് കാലങ്ങളായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒറ്റ മകൻ ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് നമുക്ക് കുടുംബത്തിൽ നിന്നും, പ്രത്യേകിച്ച് ഫാമിലിയിൽ നിന്നും, നമ്മുടെ ബന്ധുക്കളിൽ നിന്നുമൊക്കെ ഒരുപാട് ഒരു എതിർപ്പും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാൻ സാധ്യത കാണുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ സാധ്യതകളെല്ലാം ഉണ്ടായിട്ടുണ്ട്. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് എന്താണ് പോകാൻ കാരണമെന്ന്, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളത് ഓപ്പണായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അത് മനസ്സിൽ വയ്ക്കുന്നു, നമ്മുടെ ഇഷ്ടമാണല്ലോ. ദൈവം നമ്മൾ വിളിച്ചാൽ നമ്മൾ ആവണം, തീർച്ചയായിട്ടും ദൈവത്തിന് ഒരു വില ചെയ്യാനായിട്ട് നമ്മൾ ഇറങ്ങണം. അപ്പോൾ ഇതെല്ലാം എനിക്കൊരു ബലമായിട്ടാണ്, അതിലിങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും അതെനിക്കൊരു കരുത്തായിട്ടും ബലമായിട്ടാണ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ തറവാട്ടിൽ, അപ്പച്ചൻ്റെ തറവാട്ടിൽ നോക്കുകയാണെങ്കിലും ഞാൻ മാത്രമേ ഒരു മകനായിട്ടുള്ളൂ. അത് അപ്പച്ചന് ഒരു അനിയനാണ്, അനിയന് 2 പെൺമക്കളാണ്, എനിക്ക് 2 അനിയത്തിയാണ്. ഇപ്പോൾ ഞാൻ മാത്രമാണ് ഒരു മകനായിട്ടുള്ള. ആ മകനും ഇപ്പോൾ പോയിരിക്കുകയാണ്. എനിക്ക് ആ വംശം അങ്ങോട്ട് പോവാൻ ഒരു ഇതിലേക്ക് പോകുന്നതായിട്ട് ആവില്ലേ, അങ്ങനെയായിരിക്കും തോന്നുന്നു. ഡീക്കൻ ലോയിഡ് കെനിയയിലായിരുന്നു അല്ലേ ഇതിന് മുന്നേ ഉണ്ടായിരുന്നത്? ഓക്കെ, തിയോളജി പഠിച്ചത്. അപ്പം ഓക്കെ, ഈ ഒരു ശുശ്രൂഷ മേഖലയിലേക്ക് കടന്നു വരാൻ എന്താണ് കാരണമായിട്ടുള്ളത്? പ്രത്യേകിച്ച് നമുക്കറിയാം ഈ മിഷൻ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ എന്താണ് പ്രചോദനമായത്? തുടക്കം തൊട്ടേ ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നു, കുറച്ചും കൂടെ ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ വർക്ക് ചെയ്യാനായിട്ട് ഒരു ആഗ്രഹം തുടക്കം തൊട്ടേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പ്രൊവിൻസിന് ഉണ്ടായിരുന്ന ഒരു മിഷൻ പ്രദേശമാണ് ആഫ്രിക്കയിലെ കെനിയ എന്ന രാജ്യത്ത്. പക്ഷേ നമ്മൾ റെഗുലറായിട്ട് അവിടെ പഠിപ്പിക്കാൻ അങ്ങനെ വിട്ടിരുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പാണ് 2 അച്ഛന്മാരെ പഠിച്ചത്. പിന്നീട് ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഞാൻ പ്രിൻസിപ്പളിനോട് ചോദിച്ചു, ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ടോ? അങ്ങനെയാണ് അതിലേക്ക് കടന്നു ചെല്ലുന്നത്. അപ്പോൾ പിന്നീട് അങ്ങനെ അവിടെ നിന്ന് തന്നെ ഡെവലപ്പ് ആയതാണ് അവിടെ തന്നെ പഠിക്കാൻ, തിയോളജി പഠിക്കാനുള്ള അവസരവും. അപ്പോൾ അവിടെ പോയപ്പോഴും അല്ലെങ്കിൽ അവിടെ പഠിച്ചപ്പോഴും എനിക്കുണ്ടായ ഒരു പ്രചോദനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
കുറച്ചും കൂടെ ഒന്നാമത്തെ കാര്യം നമ്മൾ നമ്മുടെ ഹോം ലാൻഡിൽ നിന്ന് മാറിയിട്ട് പുറത്ത് നിൽക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക വർക്ക് ചെയ്യാനുള്ള ഒരു പ്രചോദനവും അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ കാണുമ്പോൾ അവരോട് കൂടുതൽ അവിടുത്തെ സിറ്റുവേഷനിൽ നമുക്ക് കുറച്ചും കൂടെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാനും പ്രചോദനം കിട്ടിയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അങ്ങനെ ഒരു വഴിയിലേക്ക് തിരഞ്ഞെടുത്തത്. ഓക്കെ, ഇനിയിപ്പോൾ ഒരു സന്യാസ ജീവിതത്തിലേക്ക് കടന്ന് പട്ടമൊക്കെ സ്വീകരിച്ച് കഴിഞ്ഞ് ഇനി ഭാവിയിലേക്ക് സഭയ്ക്കും അതുപോലെ ദൈവത്തിനും വേണ്ടി എന്ത് ചെയ്യാനാണ് ഒരു ആഗ്രഹം, ഉള്ളിലൊരു തീഷ്ണതയുള്ളൊരു ആഗ്രഹം തോന്നുന്നതാണ്? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ അധികാരികൾ എന്ത് പറയുന്നു അത് സ്വീകരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഹോംലാൻഡിൽ തന്നെ നിൽക്കാതെ പുറത്ത് എവിടെയെങ്കിലും പോയി വർക്ക് ചെയ്യാനുള്ള ഒരു ആഗ്രഹം എപ്പോഴും മനസ്സിലുണ്ട്. അത് ഒരു പരിധിവരെ ഞാൻ ചിന്തിക്കുന്നത് യങ്ങറായിരിക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും, അഡാപ്റ്റബിലിറ്റിയും അതുപോലെ തന്നെ വർക്ക് ചെയ്യാനുള്ള എനർജിയൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ എന്ന നിലയ്ക്ക് ഞാൻ പുറത്ത് പോയി അങ്ങനെയാണ് ഞാൻ അങ്ങനെ ഒരു ഓറിയൻറ്റേഷനിലേക്ക് വന്നത്. പിന്നെ എന്ത് ജോലി ഏൽപ്പിക്കുന്നു അത് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ പർട്ടിക്കുലറായിട്ട് ഞാൻ ആസ് എ പ്രീസ്റ്റ് ഒരു പാസ്റ്ററൽ മിനിസ്ട്രിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് പിന്നെ സഭ ഏൽപ്പിക്കുന്ന എന്ത് ജോലിയും സന്തോഷത്തോടെ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചേച്ചാ, അപ്പം മകനെ ഇങ്ങനെ ഒരു ദൈവസന്നിധിയിലേക്ക് ഒരു സന്യാസ ജീവിതത്തിലേക്ക് പറഞ്ഞയക്കാനുള്ള ഒരു സാഹചര്യം ഡിക്കൻ സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു തീരുമാനം പറഞ്ഞപ്പോൾ ദൈവവിളി തിരിച്ചറിഞ്ഞ ഒരു സാഹചര്യത്തെ കുറിച്ചൊന്ന് പറയാമോ? ആദ്യം അതങ്ങനെ പറഞ്ഞിങ്ങനെ ഒരു ആശ്രമ ജീവിതം നയിക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ ഞാനൊരു തമാശയായിട്ട് എടുത്തിട്ടുള്ളൂ. പക്ഷെ പോയി കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു മനസ്സിനൊരു വിഷമമായത്. കാരണം നമ്മളെ കയ്യിൽ നിന്ന് പറിച്ചു നട്ട പോലെ തോന്നുന്നുണ്ട്. പിന്നെ അത് ദൈവഹിത അതാണെങ്കിൽ അത് നിറവേറട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് എൻ്റെ. അമ്മച്ചി, വീട്ടിലെ ഇളയ മകൻ നമുക്കറിയാം അമ്മയോടും അപ്പനോടൊക്കെ കൂടുതലുള്ള ഒരു അടുപ്പുള്ള ഒരു മകനായിരിക്കും ഇളയ മകൻ. അപ്പോൾ ഇളയ മകൻ സന്യാസ ജീവിതത്തിലേക്ക് പോയതിന് അമ്മച്ചിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഷമം ഘട്ടം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? തുടക്കത്തിൽ നല്ല വിഷമമായിരുന്നു. പക്ഷെ പിന്നീട് ആലോചിച്ചപ്പം ദൈവത്തിന് നമ്മൾ സമർപ്പിച്ച് മോൻ്റെ ഇഷ്ടത്തിനാണ് പോയത്. അതിലേക്ക് എന്താ പറയുക, നമ്മളതിൽ സന്തോഷം കണ്ടെത്തി. ഡീക്കൻ ലൂക്ക, യുവജനങ്ങൾ ഇപ്പോൾ ഈ സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഒരുപാട് ഒരു മടിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. നമുക്കറിയാം പലതരത്തിലാണെങ്കിലും ശരി, പലതരത്തിൽ ഈ സന്യാസ ജീവിതത്തിൽ നിന്നും അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നും അകന്ന് ജീവിക്കുന്ന ഒരു തലമുറയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ യുവജനങ്ങൾക്ക് ഒരു സന്യാസ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഒരു 15 വർഷത്തെ യാത്രയെക്കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ്, ഇനി മുന്നോട്ടുള്ള ഒരു പ്രതീക്ഷകളെ കുറിച്ചൊക്കെ നമ്മുടെ യുവജനങ്ങളോട് എന്താണ് പറയാൻ? ഈ യുവജനങ്ങളോട് പറയാനായിട്ടുള്ളത് അതിനേക്കാളും കൂടുതൽ എനിക്ക് എന്നെക്കുറിച്ച് തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. അതായത് നമുക്ക് പലപ്പോഴും പുറത്തിറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ പേടി മലയാളീസ് നമുക്ക് കാണാനൊക്കെ ആദ്യം വരുന്നത് ബാക്കിയുള്ളവർ എന്ത് പറയും, എന്ത് ചിന്തിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ്. പക്ഷേ നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിക്കുകയും നമ്മൾ നമ്മളായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത് ഏറ്റവും വലിയൊരു വ്യക്തിയാണ് കർത്താവ്. ഇപ്പോൾ ഈ ദൈവവിളിയിൽ സ്വീകരിച്ച് ഇവിടെ ആയിരിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ പ്രചോദനം നമ്മളെങ്ങനെയാണോ അതനുസരിച്ച് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് വലിയൊരു മനസ്സ് കർത്താവിനുള്ള പോലെ തന്നെ നമ്മുടെ കൂടെയുള്ള CMI സഭ എടുക്കുകയാണെങ്കിൽ കമ്മ്യൂണിറ്റിക്കുണ്ട്. അപ്പോൾ നമ്മളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനും വളർത്താനും മണ്ടത്തരങ്ങളാണ് തെറ്റാണെങ്കിലും കൂടെ നിർത്തി വളർത്തി പ്രോത്സാഹിപ്പിക്കാനൊക്കെ ആയിട്ടുള്ള വലിയൊരു മനസ്സ് കമ്മ്യൂണിറ്റിക്കുണ്ട്. അതാണ് സന്യാസ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കോറും ഇവിടെ പിടിച്ചെടുത്താനുള്ളത്. ബാക്കിയുള്ളവർക്ക് കാണുന്ന സമയത്ത് നമ്മളുള്ള സന്തോഷം, കർത്താവിന് കിട്ടുന്ന ഒരു ആനന്ദം, അതാണ് കൂടുതലായിട്ട് ബാക്കിയുള്ളവർ ഇങ്ങോട്ട് ആകർഷിക്കുന്നത്. ഈ റിയൽ ആയിട്ടുള്ള ആനന്ദം പലപ്പോഴും അത് കർത്താവിനാണ്, അല്ലെങ്കിൽ നമ്മൾ ഉള്ളിൽ നിന്ന് പറഞ്ഞ സന്തോഷമാണെന്ന് മനസ്സിലാവാതെ വേറെ പലതും എന്തെങ്കിലുമൊക്കെ അന്വേഷിച്ച് പോവുകയാണെങ്കിൽ ഇപ്പോഴത്തെ തലമുറകളെ എപ്പോഴും അക്യൂസ് ചെയ്യുന്നത് അവർ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണല്ലോ. അതിൽ നിന്നൊക്കെ മാറി റിയൽ സന്തോഷം സ്വന്തം ഒരാളുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണെന്ന് മനസ്സിലാക്കുന്ന നിമിഷം നമുക്ക് ഒരു മൊമെന്റ് ഓഫ് ചേഞ്ച് ആയിരിക്കും. ദീപകേട്ടന് സ്വന്തം അനിയൻ ഒരു വൈദികനാകാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? അവനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വന്തമായിട്ട് തീരുമാനം എടുത്തു. അവൻ പോകുന്നതിനെ കുറിച്ച് അവൻ പറഞ്ഞു. അവർ വീട്ടിലെല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്തു. പോകുന്നതിന് ആർക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് അവനെ പറഞ്ഞയച്ചത്. എന്നുവെച്ചാൽ ഈ മകൻ ദൈവസന്നിധിയിലേക്ക് അൽത്താരയിലേക്ക് പോകുന്നതിനെ കുറിച്ച് മകന് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്ന രീതിയിൽ അമ്മച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് പ്രവർത്തിക്കുക, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, മറ്റുള്ളവരുടെ കാരുണ്യത്തിലേക്ക് കൊണ്ടുവരിക. കാരുണ്യമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എല്ലാവരും കരുണയായിരിക്കും എന്നാണ് ദൈവം പറയുന്നത്. അതുപോലെ കാരുണ്യവാനായിട്ട് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു സന്ദേശം അതാണ്. എല്ലാവരും കരുണയുള്ളവരായിരിക്കുക, സ്നേഹത്തോടെ പ്രവർത്തിക്കുക. ഈ ദൈവസന്നിധിയിലേക്ക് അല്ലെങ്കിൽ ഒരു സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു പ്രത്യേക പ്രോത്സാഹനം നൽകിയതായിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ ആയതായിട്ടോ ഉണ്ടോ, പറയാനുണ്ടോ? ചെറുപ്പത്തിൽ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അച്ഛനാവാൻ. പിന്നെ കുർബാനയ്ക്ക് കൂടുക, പ്രത്യേകിച്ച് നമ്മുടെ
അൽത്താരയിൽ കുർബാനയ്ക്ക് കൂടുമ്പോൾ നമ്മൾ വികാരിച്ചന്മാരെ ആദ്യം തന്നെ ഇൻസ്പിറേഷൻ ആയത്. അപ്പോൾ കുർബാനയ്ക്ക് കൂടുമ്പോൾ അങ്ങനെ ഒരു അച്ഛനാവണം, കാപ്പൊക്കെ ഇടാറുണ്ട് ചെറുപ്പത്തിലൊക്കെ, അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അതായത് നമ്മൾ പുതപ്പൊക്കെ ഇട്ട് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരു അച്ഛനാവുന്ന ആഗ്രഹം നമ്മുടെ വികാരിച്ചന്മാരിലൂടെയാണ് ലഭിച്ചത്. അങ്ങനെ പള്ളിയിൽ വന്നിട്ടുള്ള വികാരിച്ചന്മാരും പിന്നെ പല സ്ഥലങ്ങളിൽ നമ്മൾ പള്ളികളിലേക്ക് പോകുമ്പോൾ അങ്ങനെയൊക്കെ അച്ഛന്മാരെ കണ്ടിട്ട് അങ്ങനെ ഒരു അച്ഛനാവണം, നല്ലൊരു വിശ്വല അച്ഛനാവാനുള്ള ആഗ്രഹം ചെറുപ്പം തൊട്ട് മനസ്സിലുണ്ടായിരുന്നു. പിന്നെ അത് കാലക്രമേണ വളർന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ് കുറച്ച് കുറഞ്ഞെങ്കിലും പിന്നീട് ചേർന്ന് CMI സഭയിൽ ചേരുകയും കോയമ്പത്തൂർ കൊണ്ട് സംഗമമാവുകയും ചെയ്തു. ഈ CMI സഭയിൽ ഒരു അംഗമാകാൻ എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ? നമുക്കറിയാലോ ഒരുപാട് സഭകളുണ്ട്. CMI സഭയിലേക്ക് ഒരു അംഗം എന്നുള്ള നിലയിൽ വരാൻ എന്തെങ്കിലും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എങ്ങനെ? അപ്രതീക്ഷിതമായാണ്, ഒരു കൂട്ടുകാരൻ വഴിയാണ് അങ്ങനെ ചേർന്നത്. അങ്ങനെ ചേർന്നു. അങ്ങനെ CMI സഭയോ അങ്ങനെ സഭകളൊന്നും നമുക്കറിയില്ല. നമുക്കൊരു അച്ഛനാവുക എന്നുള്ളതുള്ളൂ. പിന്നീട് അങ്ങനെ വന്നതാണ്. എനിക്ക് തോന്നുന്നത് ദൈവം ചേർത്ത് വെച്ചതാണ്. സന്യാസ വൈദികനാവാനുള്ള ഒരു ആഗ്രഹം ദൈവം തന്നെയാണ് എനിക്ക് തന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ മൂത്ത മകന് ദൈവസന്നിധിയിൽ അയക്കുമ്പോൾ കൊടുക്കാനുള്ളൊരു ഉപദേശം, മകന് കൊടുക്കാനുള്ളൊരു ഉപദേശം എന്താ? ദൈവസന്നിധിയിലിരിക്കുമ്പോൾ ഉപദേശം കൊടുക്കുന്നത്, നമ്മൾ മോൻ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് പോകണ്ടെന്നുള്ളൊരു ഇത് പറഞ്ഞു. അത് നമ്മളൊരു സാധാരണക്കാരനാണ്. അപ്പോൾ അത് കാരണം നമുക്ക് നമ്മുടെയൊക്കെ ഒരു സഹായിക്കാൻ ഒരു ജോലിയായിട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹം നമ്മൾ വിചാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോണ സമയത്ത് നമ്മൾ പോകണ്ടെന്നുള്ളൊരു ഇതിൽ നമ്മൾ പറഞ്ഞു. പിന്നെ ആൾ പറഞ്ഞു എനിക്ക് അതിന് തന്നെ പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം നമ്മളൊന്നും പറയാൻ പോയില്ല, സപ്പോർട്ട്. അതായത് ഫസ്റ്റത്തെ ഒരു ഇത് നമ്മൾ ഇതിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സമയത്ത് നമ്മൾ അങ്ങനെ പറഞ്ഞു. ഡീക്കൻ സെബിൻ, ഈ CMI സഭ തിരഞ്ഞെടുക്കാനുള്ള ഒരു സന്യാസ ജീവിതത്തിന് CMI സഭ തിരഞ്ഞെടുക്കാനുണ്ടായ ഒരു കാരണം പറയാമോ? ആദ്യമേ തന്നെ എൻ്റെ ദൈവവിളിയിൽ തന്നെ തുടങ്ങേണ്ടി വരും. കാരണം ദൈവവിളി സ്വീകരിക്കുമ്പോൾ എനിക്കൊരു ലാസ്റ്റ് സഭാംഗമാകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. കാരണം ഞാൻ ജനിച്ചു വളർന്നത് CMI സഭയുടെ ആദ്യത്തെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന അമ്പഴക്കാട് ഗോവിന്ദയിലാണ്. എങ്കിലും എനിക്ക് CMI സഭ എന്താണ്, എവിടേക്കാണ് പോകേണ്ടത് എന്ന് എനിക്ക് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടായിരുന്നില്ല. എൻ്റെ അപ്പാപ്പൻ ഇവിടെ ജോസ് വടക്കിനേത്തച്ഛൻ CMI സഭ തൃശ്ശൂർ ദേവമാത പ്രൊവിൻസ് അംഗമായിരുന്നു. എനിക്ക് എന്നിരുന്നാലും അങ്ങനെ എനിക്കൊരു CMI എന്നതിനുള്ള ഞാൻ വളർന്ന ചുറ്റുപാടും എൻ്റെ കുടുംബത്തിലും അച്ഛന്മാരുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ടായെങ്കിലും എനിക്ക് CMI സഭ എന്നുള്ളതിന് എനിക്കറിയില്ലായിരുന്നു കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നീട് അച്ഛനാവണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം പോയി കണ്ടത് ഒരു ലാസ്റ്റ് ഒരു അച്ഛനായിരുന്നു, ബെന്നി എന്ന് പറയുന്നത്. പിന്നെ ഞാൻ വൊക്കേഷൻ പ്രൊമോഷന് വേണ്ടി ഞാൻ കൊച്ചച്ഛൻ്റെ അടുത്ത് പോകുമ്പോഴാണ് അന്നത്തെ ഞങ്ങളുടെ കൊച്ചച്ഛനായിരുന്നു ഷീജോ ആറ്റുപുറച്ചനായിരുന്നു എന്നെ CMI സഭയിലേക്ക്, അതായത് നമ്മുടെ കോയമ്പത്തൂർ പ്രവിശ്യയിലേക്ക് എന്നെ സ്വീകരിച്ച ആദ്യമായിട്ട് മണ്ണത്തിലൊരു ക്യാമ്പുണ്ട് പോയി അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞതും കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കിയതും അച്ഛനായിരുന്നു. പിന്നീട് CMI സഭയിൽ വന്നതിന് ശേഷം എന്നെ ഒരുപാട് വളർത്തിയിട്ടുണ്ട്. ഞാൻ അത്രയും വലിയൊരു ബ്രൈറ്റ് സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു എപ്പോഴും ഒരു ബാക്കിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നെ ഞാൻ വളർന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത് കുറച്ചും കൂടി എന്നെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതിൽ, എന്നെ വളർത്തുന്നതിൽ എപ്പോഴൊക്കെ ഞാൻ ഇല്ലാണ്ടായി പോകുന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ എന്നെ ഉയർത്തിപ്പിടിക്കാനായിട്ട് എന്നെ സഹായിച്ചതും എൻ്റെ ഈ കോയമ്പത്തൂർ CMI പ്രൊവിൻസാണ്. അപ്പോൾ എന്നെ കുറേ കൂടി വളർത്തിയതും പിന്നെ അങ്ങനെ നോക്കുമ്പോൾ ഒരു CMI ചുറ്റുപാട് എനിക്ക് കുറേ എന്നെ പുണർന്നിട്ടുണ്ട്. എന്നെ സ്നേഹത്താൽ, തഴുകലാൽ, പ്രാർത്ഥനയാൽ എന്നെ ഒരു ഇത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ CMI സഭയിൽ പട്ടം കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എൻ്റെ ഒരു ബുദ്ധിമുട്ട് ഘട്ടത്തിൽ എൻ്റെ അടുത്ത് ചില അച്ഛന്മാർ ചോദിക്കുകയുണ്ടായി, പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, വേറെ ഇതിലേക്ക് പൊക്കൂടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അന്നെടുത്തൊരു തീരുമാനം ഉണ്ടായിരുന്നു. ഞാൻ മരിക്കുകയാണെങ്കിൽ CMI സഭയിൽ വൈദികനായിട്ട് മരിക്കണം, അല്ലെങ്കിൽ എൻ്റെ അവസാന ശ്വാസം വരേക്കും CMI സഭയിൽ ഒരു സന്യാസ വൈദികനായിട്ട് അങ്ങനെ മരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അല്ലാതെ വേറൊരു ഇതിലേക്ക് പോയി എന്നെ വളർത്തി എന്നെ മനസ്സിലാക്കി എൻ്റെ ഒപ്പമായിരുന്ന ഒരു സമൂഹത്തിൽ നിന്ന് വേറൊരു സമൂഹത്തിലേക്ക് പോകാനായിട്ടോ ഇനി ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതായിരുന്നു എൻ്റെ മനോഭാവം. പിന്നെ അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ CMI സഭയെ കുറിച്ചും കൂടി അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്രത്തോളം കമ്മ്യൂണിറ്റി സ്പിരിറ്റും സ്നേഹവും ഒത്തിണങ്ങിയ ഒരു സമൂഹത്തെ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. എൻ്റെ കാഴ്ചപ്പാട് അത്രത്തോളം അങ്ങനെ ഒരു സമൂഹത്തിലേക്ക് എന്നെ സ്വീകരിച്ചത് ഇവിടെയുള്ള അച്ഛന്മാരും സമൂഹമാണ്. അങ്ങനെ ദൈവവിളിയിൽ ആനന്ദിക്കുവാനും ആ തച്ചൻ്റെ കൂടെ ജീവിതം ആരംഭിക്കുവാനും തുടങ്ങുമ്പോൾ കുറച്ചും കൂടി ഒരു ബലം നൽകുന്നുണ്ട് എൻ്റെ ഈ CMI സഭ. അപ്പോൾ സെവൻറ്റീക്കൻ ഇപ്പം വൈദികനാകാൻ പോവുകയാണ്. നമുക്കറിയാം ഈ തൊട്ടടുത്ത ദിവസം വൈദികൻ ആകാൻ പോവുകയാണ്. വീണ്ടും കൂടുതൽ ദൈവസന്നിധിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു സാഹചര്യത്തിലേക്ക് മകനെ അടുപ്പിക്കാനുണ്ടായ ഒരു സാഹചര്യത്തെക്കുറിച്ച് അപ്പച്ചൻ എന്താണ് പറയാനുള്ളത്? ഇവന് ആഗ്രഹം 15 വയസ്സിൽ SLC കഴിഞ്ഞപ്പോൾ ആവശ്യപ്പെട്ടു.
അപ്പോൾ അത് ഞങ്ങൾ രണ്ടുപേരും നല്ല കുറച്ച് തീരുമാനത്തിൽ തന്നെ എടുത്തു. തുടർന്ന് എൻ്റെ ആഗ്രഹം സഫലമാകാന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥനയും ധ്യാനവും എല്ലാം കൂടി ഈശോയിലേക്ക് പിന്നെ കൂടുതൽ അടുത്ത് ഞങ്ങൾക്ക് കാണാനും ഈശോയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്നതിനും എല്ലാം കാണുന്നതിന് വേണ്ടി ഞങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്നു. അത് തുടർന്ന് ലഭിക്കണം എന്നുള്ള വലിയ ആഗ്രഹവും അത് തുടർന്ന് ലഭിക്കണം എന്ന് ലഭിച്ച് കിട്ടണം എന്നുള്ള ഇതിനോടുകൂടി ഞങ്ങൾ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അമ്മച്ചി മകനെ സന്യാസ ജീവിതത്തിലേക്ക് നയിക്കുമ്പോൾ അമ്മച്ചിക്ക് എന്താണ് പറയാനുള്ളത്? സന്യാസ ജീവിതത്തിലേക്ക് ക്യാമ്പിന് പോയി അത് കഴിഞ്ഞപ്പോൾ സഭയിലേക്ക് പോകണമെന്ന് അങ്ങനെ സന്തോഷത്തോടു കൂടി അങ്ങനെ വിട്ടു കൂടെ അവന് വേണ്ടി പ്രാർത്ഥിച്ചും ഒരുങ്ങി അവന് വേണ്ടി ജീവിച്ചു. ഷെറിൻ ഡീക്കൻ, ഇപ്പം നമുക്ക് ഈ 15 വർഷത്തെ യാത്ര, ഒരു പട്ടം സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 15 വർഷത്തെ നീണ്ട യാത്ര, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എന്തൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികളാണ് ഈ 15 വർഷം നേരിടേണ്ടി വന്നത്? ഇപ്പം ഫാദർ മരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? എങ്ങനെയാണ് നമ്മൾ ഈ ഒരു വൈദിക ജീവിതത്തിലേക്ക് പിടിച്ചു നിന്ന്, അല്ലെങ്കിൽ 15 വർഷം നമ്മളൊന്ന് പിടിച്ചു നിന്ന് ഇവിടെ വരെ എത്താനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയാം? തീർച്ചയായിട്ടും ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതിലേറ്റവും വലിയൊരു പ്രതിസന്ധി ഞാൻ നേരിട്ടത് 2.5 വർഷം മുമ്പ് എൻ്റെ അപ്പച്ചൻ മരിച്ചു തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് വളരെയേറെ വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് എനിക്ക് ലഭിച്ചൊരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ സഭാസ്ഥാപകനായ ചാവറച്ചനും ഇതുപോലെ തന്നെ ഒത്തിരിയേറെ ചെറുപ്പത്തിൽ ചാവറച്ചൻ്റെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടപ്പോൾ പള്ളിയിൽ പോയിരുന്ന മാതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു ചാവറച്ചൻ വളരെയേറെ ഇൻസ്പയറിംഗ് ആയിരുന്നു എന്നെ. അപ്പോൾ അതുപോലെ തന്നെ ഞാനും പിന്നീട് കൂടുതൽ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാനൊക്കെ ഒന്നിച്ചിട്ട് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ അതുവരെയായിട്ട് എനിക്ക് പരിശുദ്ധ അമ്മയുടെ വളരെ ഒരു സംരക്ഷണം എപ്പോഴും എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അമ്മച്ചിയുടെയും സഹോദരങ്ങളുടെയും മറ്റു ബന്ധുക്കളുടെയും അതുപോലെ തന്നെ എൻ്റെ സഭയിലുള്ള എൻ്റെ സഹോദരങ്ങളുടെയും വൈദികരുടെയൊക്കെ ഒരു കരുതലും എന്ന് തന്നെ ഈ ഒരു പ്രതിസന്ധിയെ ഓവർകം ചെയ്യാനായിട്ട് ഒത്തിരിയേറെ സഹായിച്ചിട്ടുണ്ട്. ഷെറിൻ ചേട്ടൻ, അനിയൻ ഇങ്ങനെ വൈദികനാകാൻ പോകുന്നു എന്നുള്ളൊരു ആഗ്രഹം വീട്ടിൽ പറഞ്ഞപ്പോൾ ഒരു ചേട്ടൻ എന്ന നിലയിൽ എങ്ങനെയായിരുന്നു ചേട്ടൻ്റെ പ്രതികരണം? എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് അനിയനെ പ്രോത്സാഹിപ്പിച്ചത്? ഞങ്ങൾ വീട്ടിൽ 3 മക്കളാണ്. ഞങ്ങൾ ചെറുപ്പം തൊട്ടേ വീട്ടിൽ ആരെങ്കിലും ഒരാൾ അച്ഛനാവാൻ പോകണമെന്നുള്ള ഒരു ആഗ്രഹം അപ്പച്ചനെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അനിയനിങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. എല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ അവൻ്റെ യാത്രയിൽ പല കഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഓവർകം ചെയ്ത് ഇപ്പോൾ ഒരു പ്രൗഡ് മൂമെൻറ്റിലാണ് ഞങ്ങൾ എത്തി നിൽക്കുന്നത്. വളരെയേറെ സന്തോഷവും അഭിമാനവും തോന്നി. അമ്മച്ചി, മകൻ അച്ഛനാകാൻ പോവുകയാണ്. തൊട്ടടുത്ത ദിവസം ഇനി പട്ടം സ്വീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ അമ്മച്ചിക്ക് എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് മകനെ കുറിച്ച് എന്താണ് തോന്നുന്നത്? മകൻ ഒരു വിശുദ്ധിയുള്ള വൈദികനാവുക എന്നതിൽ എനിക്ക് വളരെയധികം അഭിമാനമുള്ളൊരു നിമിഷമാണ്. അവന് വേണ്ടി എന്നും ഞാൻ പ്രാർത്ഥിക്കും. ഡീക്കൻ റോണി, ഇടവകയിൽ നിന്നും ഈ ഒരു സന്യാസ ജീവിതത്തിൽ നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവത്തെക്കുറിച്ച് അറിയുന്നതും അല്ലെങ്കിൽ ദൈവ വഴിയിലേക്ക് നമ്മൾ അടുക്കുന്നതെല്ലാം നമ്മുടെ ഇടവകയിൽ നിന്നാണ്, ഇടവകയിലെ അച്ഛന്മാരുടെ അടുത്ത് നിന്നാണ്. അപ്പം ഈ ഒരു സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇടവക, സ്വന്തം ഇടവക പള്ളിയും അതുമായി ചുറ്റിപ്പറ്റിയിരിക്കുന്ന ആൾക്കാരും ഒക്കെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് എന്നൊന്ന് പറയാം. തീർച്ചയായിട്ടും ഇടവക ദേവാലയത്തിൽ നിന്നും അതിനോട് അനുബന്ധിച്ച് ഞങ്ങളുടെ ഇടവക അതിർത്തിയിലുള്ള CHF കോൺഗ്രിഗേഷൻ്റെ മഠമുണ്ട്. അതുപോലെ തന്നെ ഒരു MLF കോൺഗ്രിഗേഷൻ്റെ മഠമുണ്ട്. അതുമാത്രമല്ല, ഞങ്ങളുടെ ഇടവകയിൽ നിന്നും 20-ന് മേലെ അച്ഛന്മാരെയും അതുപോലെ തന്നെ 50-ന് മേലെ സിസ്റ്റേഴ്സും ഉള്ള ഒരു ഇടവകയാണ്. എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് ആൻഡ്രൂസ് കുറ്റിക്കാട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു വികാരി അച്ഛനാണ്. ആ അച്ഛൻ്റെ കാലഘട്ടത്തിലാണ് ഞാൻ സെമിനാരിയിലോട്ട് വരുന്നത്. അച്ഛൻ ഞങ്ങളെ പിള്ളേരെ എല്ലാവരും വിളിച്ചിരുത്തി കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജീവിത മാതൃക തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ വെരി ലൈഫ് സ്റ്റൈൽ തന്നെയാണ് നമുക്ക് വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ആ ക്യാരക്ടറിനോടും അതുപോലെ അച്ഛനായിരിക്കുന്നത് പോലെ ആയിരിക്കാനുള്ളൊരു വളരെ വലിയൊരു ആഗ്രഹം മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കൂട്ടത്തിലുണ്ടായിരുന്ന ഞങ്ങളുടെ ഇടവകയിലെ സിസ്റ്റേഴ്സും അവരുടെ ജീവിതം എല്ലാമാണ് സന്യാസ ജീവിതത്തിലേക്ക് ആകർഷിച്ചത്. അതുപോലെ എൻ്റെ ബന്ധുവായിട്ടുള്ള 2 അച്ഛന്മാർ, ഒന്ന് ഫാദർ ജോൺ പ്രസാദ് പാണയങ്ങാടനും അതേപോലെ തന്നെ ജോസഫ് പെരേപ്പാടൻ എന്ന് പറഞ്ഞൊരു ബ്രദറും. ആള് ഓക്കാം സഭയിൽ അംഗമാണ്, ഒരാൾ CMA സഭയിൽ അംഗമായിരുന്നു. അപ്പോൾ ഇവരുടെ 2 പേരുടെയും ജീവിത മാതൃകകൾ എൻ്റെ ദൈവവഴിയിൽ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടവകയിൽ ഒരുവിധംപ്പെട്ട എല്ലാവരും തന്നെ ആഴ്ചകളിൽ എല്ലാ പ്രാവശ്യം കുർബാനയിൽ സംബന്ധിക്കും. അതുപോലെ തന്നെ വൈദികരായിട്ടും സമർപ്പിതരായിട്ടും നല്ല സമ്പർക്കം പുലർത്തുന്നതാണ്.
ഈ അവസരത്തിൽ അതെല്ലാം ഒരുപാട് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അവരുടെ ജീവിത മാതൃകകളും അതുപോലെ പള്ളിയിൽ ഒട്ടുക്ക് നടക്കുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ ഈ ജീവിത വഴിത്താരയിൽ തിരഞ്ഞെടുക്കുന്നതിന് ഒരുപാട് സഹായകമായിട്ടുണ്ട്. ജീസസ് യൂത്തിലൊരു മെമ്പർ ആയിരുന്നെന്നല്ലേ പറഞ്ഞത്? അപ്പം ജീസസ് യൂത്ത്, KCY പോലുള്ള സംഘടനകൾ, ക്രിസ്ത്യൻ സംഘടനകൾ യുവജനങ്ങളെ എങ്ങനെ ഈ ഒരു സന്യാസ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കാൻ ഡീക്കന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രയോജനമായിട്ട് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഇടവക പള്ളിയിലെ ജീസസ് യു സംഘടനയിലേക്ക് കയറുന്നത് എൻ്റെ ചേട്ടൻ മുഖേനയാണ്. ചേട്ടൻ ജീസസ് യൂത്തിലെ ഒരു ഫുൾ ടൈം പ്രവർത്തകനായിട്ട് എപ്പോഴും ഉണ്ടായിരുന്നു. അതിലൂടെയാണ് ഞാൻ എൻ്റെ ഇടവകയിലുള്ള ജീസസ് യൂത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അതിൽ ഞാൻ കണ്ട ഒരു കാര്യം, അതിലുള്ള എല്ലാവരും തന്നെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുക, അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും കുമ്പസാരിക്കുക. അങ്ങനെ പിന്നെ പള്ളിയിലെ എല്ലാവിധ കാര്യങ്ങൾക്കും ആത്മീയമായ കാര്യങ്ങൾക്ക് മുൻപന്തിയിൽ നിൽക്കുന്ന ജീസസ് സംഘടനയായിരുന്നു. അപ്പോൾ അതിൽ നിന്നും അതുപോലെ തന്നെ അച്ഛന്മാർ അവർക്ക് നൽകുന്ന പ്രാധാന്യവും സഭയിലെ ശുശ്രൂഷകൾക്ക് വേണ്ടി അവർ പ്രാർത്ഥന വഹിക്കുന്നതും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതെല്ലാം മാതൃകാപരമായിരുന്നു. അതിൽ ആ പ്രാർത്ഥനാ യോഗങ്ങളിൽ പോകുമ്പോൾ കിട്ടിയിരുന്ന ഒരു ആത്മീക ഉണർവ് തന്നെയാണ് സെമിനാരിയിൽ ചേരാനായിട്ടുള്ള ഒരു ആദ്യപടിയായിട്ട് കിട്ടിയതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇളയ മകനെ വൈദികനാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സഭയിലേക്ക് അയച്ചപ്പോൾ കുടുംബത്തിൻ്റെ ഒരു പശ്ചാത്തലം എങ്ങനെയായിരുന്നു? കുടുംബത്തിൽ ഇതുപോലെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ എങ്ങനെയാണ് അപ്പച്ചനും അമ്മച്ചിയും കൂടി ചേർന്ന് മകനെ ഒരു വൈദികനാക്കാൻ വേണ്ടി എങ്ങനെയാണ് പ്രോത്സാഹിപ്പിച്ചതെന്ന് പറയാമോ? മകൻ്റെ താല്പര്യത്തിന് ഞങ്ങൾ മുൻഗണന കൊടുത്തു. അവന് അച്ഛനാവാൻ പോകുന്നൊരു താല്പര്യമുണ്ടായിരുന്നു. പോയിക്കൊള്ളാൻ പറഞ്ഞു. അത് നല്ലൊരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൂടിയാണ്. അമ്മച്ചി, ഇനിയും കൂടുതൽ അച്ഛന്മാരെ നമ്മുടെ സഭയ്ക്ക് ആവശ്യമുണ്ട്, അതുപോലെ നമ്മുടെ സമൂഹത്തിന് ആവശ്യമുണ്ട്, നമ്മുടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ആവശ്യമുണ്ട്. അപ്പം ഇനി ഒരു വൈദിക സാന്നിധ്യത്തിലേക്ക്, ഒരു ദൈവിക സാന്നിധ്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വൈദിക പട്ടത്തിലേക്കൊക്കെ കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരോട് അമ്മച്ചിക്ക് സ്വന്തം മകൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ സ്വന്തം മകനെ സഭയിലേക്ക് അയച്ച ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്താ പറയാനുള്ളത്? മക്കള് ആഗ്രഹപ്പെട്ടാന്ന് വെച്ചാൽ അവരാ വഴിക്ക് നമ്മൾ എപ്പോഴും വിടണതാ. നമ്മൾ വലിയ വിദ്യാഭ്യാസം കൊടുത്തു, അതിനേക്കാൾക്കുപരി അവർക്ക് ഇങ്ങനത്തെ ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ദൈവവിളി ഉണ്ടെങ്കിൽ അവർ ആ പാതയിലേക്ക് വിടണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഡിക്കൻ ജോബിൻ ഈ ഒരു CMI സഭയിലേക്ക് മറ്റ് സഭകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ തോന്നിയിട്ടാണോ ഈ ഒരു CMI സഭയിലേക്ക് വരാനുണ്ടായ കാരണത്തെക്കുറിച്ച് പറയാമോ? CMI സഭയിലേക്ക് വരാനുണ്ടായ കാരണം, CMI സഭ എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്നത് എൻ്റെ വീടിനോട് ചേർന്ന് തന്നെ ഒരു ആകാശപ്പറവയുണ്ട്. ഇത് CMI അച്ഛന്മാർ നടത്തുന്ന ഒരു ആകാശപ്പറവയാണ്. ഇപ്പോൾ ഫ്രോണ്ടിയൽ മിനിസ്ട്രിക്ക് ഏറ്റവും കൂടുതൽ പ്രധാനം നൽകുന്ന ഒരു സഭയാണ് CMI സഭ. അതോടൊപ്പം തന്നെ എനിക്ക് സഭയിലേക്ക് വരാനായിട്ട് അല്ലെങ്കിൽ അച്ഛനാവാനായിട്ടൊരു ആഗ്രഹം ഉണ്ടായതിന് കാരണം എൻ്റെ ഇടവകയായിരുന്ന ജോൺ ജോസഫ് ആളൂരച്ഛനാണ്. അച്ഛനാണ് എൻ്റെ ഉള്ളിൽ ദൈവവിളി തിരിച്ചറിയുന്നതും അത് തൊട്ടുണർത്തുന്നതും. അപ്പോൾ അച്ഛൻ പറയുകയുണ്ടായി, ഇങ്ങനെ ആകാശപ്പറവയിലുള്ള അച്ഛന്മാർ അങ്ങനെ ആവാനായിട്ട്, ശുശ്രൂഷ ചെയ്യുവാനായിട്ട് പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയും, അപ്പോൾ എനിക്കറിയാവുന്നത് എൻ്റെ സണ്ണി പാറയിലച്ഛൻ, സണ്ണി ഊക്കനച്ഛൻ, ഇവർ 2 പേരും ഇപ്പോൾ ഇല്ല, അവർ 2 പേരും സ്വർഗത്തിലാണ്. അപ്പോൾ ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങളും മേഖലകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. എൻ്റെ ഇടവകയിൽ വന്ന് കുർബാന ചൊല്ലാറുണ്ട്. ഇവരുടെയൊക്കെ ഇൻസ്പിറേഷനാണ് എന്നെ കൂടുതലായിട്ട് ഈ CMI സഭയിലേക്ക് അടുപ്പിച്ചതും അല്ലെങ്കിൽ യാതൊരു സേവനത്തിലേക്ക് കൂടുതലായിട്ട് കൊണ്ടുവരാനായിട്ട് സാധിച്ചപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് CMI സഭയിൽ തുടർന്ന് ഈ 15 കൊല്ലം ഫോർമേഷനിലായിരിക്കാനും തുടർന്ന് വൈദികനായിട്ട് ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് മാതൃകകൾ, നല്ല മാതൃകകൾ, ജെയിൻ കുഴിയാൻമറ്റത്തിലച്ഛൻ, അങ്ങനെ ഒരുപാട് നല്ല മാതൃകകൾ ഞങ്ങൾക്ക് ഈ സഭയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നു. അമ്മച്ചി, 3 ആൺമക്കളിൽ രണ്ടാമനാണ് ഡീക്കൻ എന്ന് പറഞ്ഞല്ലോ. അപ്പം ഒരു 3 ആൺമക്കളിൽ ഒരാളെ ദൈവത്തിന് കൊടുക്കാം അല്ലെങ്കിൽ ദൈവസന്നിധിയിലേക്ക് അയക്കാം, ദൈവത്തിനെ വേല ചെയ്യാൻ വേണ്ടിയിട്ട് അയക്കാം എന്നുള്ളൊരു തീരുമാനമെടുക്കാൻ എങ്ങനെയാണ് സാധിച്ചത്? ഞാൻ 3 ആൺമക്കളുണ്ടായപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ എന്നും ഒരാഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് 3 മക്കളിൽ ഒരാൾ ദൈവത്തിൻ്റെ വേല ചെയ്യാനായിട്ട് പോയാലും, പക്ഷെ നമുക്ക് അവരോട് നേരിട്ട് പറഞ്ഞിട്ട് മോനെ വേല ചെയ്യാൻ പോകാൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പം അന്ന് മുതൽ ഞാനൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു, എനിക്ക് എൻ്റെ ഒരു മകൻ ഈശോയുടെ വേല ചെയ്യാൻ വേണ്ടിയിട്ട് പോയാൽ നന്നായിരുന്നു എന്ന പ്രാർത്ഥന എനിക്ക് അന്ന് മുതലേ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 15 വയസ്സ് SLC സമയം കഴിഞ്ഞപ്പം എൻ്റെ രണ്ടാമത്തെ മോൻ തന്നെ അത് തിരഞ്ഞെടുത്തപ്പം അത് CMI സഭയും കൂടി ആയപ്പോഴത്തേക്കും എനിക്ക് വളരെയേറെ സന്തോഷമായി.